Hello my dear students, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ജൂൺ 2025 CMA ക്രാക്ക് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കോൺസെപ്റ്റ് ക്രാക്കിംഗ് ഓഫ് CMA ഇൻ ജൂൺ 2025 ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിലും ഏത് അറ്റംപ്റ്റ് ആണെങ്കിലും അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ ലോ പേപ്പർ ആണ്. 5 സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലോ പേപ്പർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 5 സ്റ്റെപ്പും വളരെ നമ്മൾ ഭയങ്കര റൂട്ടായിട്ട് പോയിട്ട് നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ. ഇതിൻ്റെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് തന്നെ നോ യുവർ പേപ്പർ എന്നൊരു കോൺസെപ്റ്റാണ്. സാർ ഇത് വളരെ സിമ്പിൾ കോൺസെപ്റ്റ് അല്ലേ, നമുക്ക് പേപ്പർ അറിയാലോ, പേപ്പർ നമ്പർ 5 ആണ്, ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ്. അങ്ങനെയല്ല, നമുക്ക് 4 പാർട്ടുണ്ട് അല്ലേ, 4 പാർട്ട്. ഈ ഓരോ പാർട്ടിലും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ചാപ്റ്ററിൻ്റെ ഓർഡർ വിത്ത് ഫുൾ നെയിം, ചാപ്റ്ററിൻ്റെ പേര്. സാർ അതൊക്കെ എക്സാമിനേഷനിൽ ചോദിക്കുമോ? എക്സാമിനേഷനിൽ ചോദിക്കാൻ വേണ്ടിയല്ല. ഇപ്പം നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇപ്പം സിമ്പിളായിട്ട് വിടുക. ഇപ്പം നിങ്ങളുടെ അടുത്തൊരു ഫയലുണ്ട്, നിങ്ങൾ ആ ഫയൽ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്? നമ്മൾ ചുമ്മാ ഒരു ഡെസ്ക്ടോപ്പിലോ ഏതെങ്കിലും ഒരു ഫോൾഡറിലോ ചുമ്മാ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും, ശരിയല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാ ഫയലിനും പേരിടാനും ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു മെയിൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവിടെ ഒരു സബ് ഫോൾഡർ, അതിനുശേഷം നമ്മുടെ ഫയൽ സേവ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ആ ഫോൾഡറിൽ ചെന്നാൽ കിട്ടും, എന്ത് കിട്ടും, നമ്മളുടെ കൺസെപ്റ്റ് കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, കമേഴ്ഷ്യൽ ലോസ് എന്നാണ്. ഇപ്പോൾ MCQ എന്നാണ്, നമുക്ക് നോക്കാം. കമേഴ്ഷ്യൽ ലോസ് എന്നാണ്. കമേഴ്ഷ്യൽ എത്ര ചാപ്റ്റേഴ്സ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നാണ്. അതിൻ്റെ അകത്ത് ഏത് കൺസെപ്റ്റാണ്, സബ് യൂണിറ്റ്സ്. ഇങ്ങനെ നമ്മൾ പഠിക്കണം. അതെങ്ങനെയാണ് സാർ പഠിക്കുന്നത്, ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിനും, ഇപ്പോൾ പാർട്ട് 1 കമേഴ്ഷ്യൽ ലോസ്, പാർട്ട് 2 ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു പേപ്പർ ആണെങ്കിൽ ഈ പേപ്പറിൽ നിങ്ങളുടെ കമേഴ്ഷ്യൽ ലോസ്, അതിനുശേഷം ഇൻഡസ്ട്രിയൽ ലോസ്, കോർപ്പറേറ്റ് ലോസ് ആൻഡ് എത്തിക്സ്. അതിനകത്ത് കോർപ്പറേറ്റ് ലോസ് ആൻഡ് എത്തിക്സ് എത്ര പോയിന്റ് വരും? ഇപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, അതിൻ്റെ സബിൽ മെയിൻ ആയിട്ട് ഇങ്ങനെ വരും, ഓഫർ വരും, അക്സെപ്റ്റൻസ് വരും. ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ എവിടെയെങ്കിലും ഏതെങ്കിലും റൂമിൻ്റെ അവിടെയോ ഹോസ്റ്റലിൻ്റെ അവിടെയോ ഒട്ടിച്ചു വെക്ക്. ഡെയിലി നിങ്ങൾ ഇത് കാണുക. ഇത് ഈ സബ്ജക്റ്റിന് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിനും. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെ നെയിം എല്ലാം വളരെ കൃത്യമായിട്ട്, എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ ആക്ടിലും കമേഴ്ഷ്യൽ ലോസ്, നമുക്ക് ആക്ടിൻ്റെ നെയിമും ദ ഇയർ ഓഫ് കമൻസ്മെൻറ്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MCQ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയൊരു ക്വസ്റ്റ്യൻ മതി നമുക്ക് 40-38 എത്തിക്കാനും, അവിടെ നമ്മുടെ 6 മാസം പോകാനും, മാസശമ്പളം 1 ലക്ഷം രൂപയാണെങ്കിൽ 6 ലക്ഷം രൂപ പോകാനും. വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യണം. ദിസ് ഈസ് എല്ലാ സ്റ്റുഡൻസിനോടും നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന കാര്യമാണ്. ഞാനും ഇത് പേഴ്സണലി ചെയ്തൊരു കാര്യമാണ്. ഇത്രയും സബ്ജക്റ്റ് നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇങ്ങനെ ഫോൾഡർ ക്രിയേഷൻ ചെയ്യുന്നത്, അതായത് നോ യുവർ പേപ്പർ എന്ന് പറയുന്നത്. അടുത്തത് ഇതിൻ്റെ റിലേറ്റഡ് കോൺസെപ്റ്റ് തന്നെയാണ്. ആൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പേപ്പർ വെയിറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോഴും പല സ്റ്റുഡൻസും പഠിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LLP നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഒക്കെയാണ് ആദ്യമേ പഠിക്കുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ചാപ്റ്റർ ഒക്കെയാണ് ആദ്യമേ പഠിക്കുന്നത്. ഇപ്പം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമുക്ക് സബ്ജക്റ്റിന്റെ വെയിറ്റേജ് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം അല്ലെ? എന്താണ് സബ്ജക്റ്റിന്റെ വെയിറ്റേജ്? നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് സബ്ജക്റ്റിന്റെ വെയിറ്റേജ് എന്ന്. ഇത് ആൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നൊരു സംഭവമാണ്. പക്ഷേ നമ്മൾ ചുമ്മാ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ഇതവർ ഫോളോ ചെയ്യും, ഇതിൽ കൂടുതൽ ഫോളോ ചെയ്യും. ഓർത്ത് വെക്കുക. ഓക്കെ, ഇപ്പം കാരണം 128 നമുക്ക് എക്സാമിനേഷൻ. 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ 14ൻ്റെ 2 സെറ്റ് എക്സ്ട്രാ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലേ ഉണ്ടാവുകയുള്ളൂ. സോ ഇനി 5 ആണ് നമ്മൾ എഴുതേണ്ടത് അതിൻ്റെ അകത്ത് നിന്ന്, അല്ലെങ്കിൽ ഇനി 6 ആണ് നമ്മൾ എഴുതേണ്ടത്. ഓർത്ത് വെക്കുക, വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഈ ഒരു ചാപ്റ്റർ, ഒരൊറ്റ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 5% ആണ്. ഈ ചാപ്റ്ററിൻ്റെയോ 10% ആണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ നോക്കുമ്പോൾ ഇറ്റ് ഈസ് മോർ വെയിറ്റേജ് ഉണ്ട്. ഇതിൽ കൂടുതൽ വരും. 14 മാർക്കിൻ്റെ മേളിലാണ്. 10% അല്ല, 100-ൽ 10 മാർക്കിൻ്റെ അല്ല വരുന്നത്. ഡിസ്ക്രിപ്റ്റീവിൽ ആദ്യത്തെ 1ഉം 2ഉം ക്വസ്റ്റ്യനും, MCQയിലെ 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യനും കോൺട്രാക്ട് തന്നെ ആയിരിക്കും. അപ്പൊ എത്ര മാർക്കായി? 17 മാർക്കായി 100 മാർക്കിന്റെ. സോ നോ ദ സബ്ജക്ട്. ആദ്യം ഇത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം പോവുക. ഈ സബ്ജക്റ്റിന്റെ 100% പഠിക്കുക. അതിനുശേഷം ഇവിടെ കോഡ് ഓൺ വെയിറ്റേഴ്സ് വെറും 15 പേജ് മാത്രമേ ആ ഒരു ചാപ്റ്റർ ഉള്ളൂ. നമ്മുടെ നോട്ട്സിലൊക്കെ 15 പേജസ് ഉള്ളൂ. സോ മോർ ദാൻ ഇനഫ് MCQ പോയിന്റ് ഓഫ് വ്യൂ, അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്.
ഇപ്പോൾ കമ്പനീസ് ആക്ടിലാണെങ്കിലും ഒരുപാട് രീതിയിലുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും ഒരു ചാപ്റ്റർ അല്ല സാർ, ഒരുപാടുണ്ട്. സോ അറ്റ്ലീസ്റ്റ് ട്രൈ ടു റിമെമ്പർ ഓൾ ദ ആ ഒരു പോയിന്റ് ഹെഡിങ്ങിൽ ഓർത്ത് വെക്കുക. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഡിബെഞ്ചർ ഉണ്ട്, ഡെപ്പോസിറ്റ്. അപ്പോൾ നാളെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ അണ്ടർ നോക്കുന്ന സമയത്ത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡെപ്പോസിറ്റ്, വാട്ട് ഈസ് നോട്ട് ദ മീനിങ് ഓഫ് ഡെപ്പോസിറ്റ്, എലിജിബിൾ കമ്പനി, ചാർജസ്, സാറ്റിസ്ഫാക്ഷൻ ആണോ, അങ്ങനെ സബ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ സാറേ ഇതൊക്കെ ഉപകാരപ്പെടുവോ, നമ്മൾ ചുമ്മാ വെറും പ്രൊവിഷൻസ് പഠിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതുവരെ ആൾറെഡി പഠിച്ചവരായിരിക്കാം, ഒരുപാട് പഠിച്ചവരൊക്കെ. കാരണം ലോ പേപ്പർ എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ സബ്ജക്റ്റ് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും വളരെ ഡിഫിക്കൽട്ട് ആയ ഒരു സംഭവമാണ്. സാറേ മടി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവം തന്നെ. കറക്റ്റ് അല്ലേ? മടിയാണ് സാർ ഈ ലോ വായിക്കാൻ വേണ്ടി. അപ്പോൾ എങ്ങനെ നമുക്ക് വളരെ ടാക്റ്റിക്കായിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാം, അതാണ് പറയുന്നത്. ഇങ്ങനെയെങ്കിലും പഠിച്ചു കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് എന്താണ് നമുക്കതിൻ്റെ ആൻസർ പറയാൻ പറ്റും. സോ അണ്ടർസ്റ്റാൻഡ് ദ സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. സോ അണ്ടർസ്റ്റാൻഡ് ദ പേപ്പർ വെയിറ്റേജ്. ഓക്കെ, മൂന്നാമത് ഈ പേപ്പർ വെയിറ്റേജ് നമ്മൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് ആൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. ഈ കൺസെപ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ മെറ്റീരിയലിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ അതിൻ്റെ ഒരു അമെൻമെൻറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി 1-2 അമെൻമെൻറ്റ് വീഡിയോ വരാനുണ്ട്. അമെൻമെൻറ്റ് എന്നല്ല, സോ നിങ്ങൾ മെറ്റീരിയൽ റീപ്രിൻറ്റ് ചെയ്യുമ്പോൾ റീപ്രിൻറ്റ് മാത്രം ചെയ്തുകൊണ്ടാണ് പോകുന്നത്, കറക്ഷൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ മെറ്റീരിയൽ വായിക്കുന്നത് ശ്രദ്ധിക്കുക. 1% കമ്പനിയുടെ കാര്യത്തിലായിക്കോട്ടെ, അതേപോലെ സെക്ഷൻ 8 കമ്പനിയുടെ കാര്യത്തിലായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് എന്താണ് പ്രോസ്പെക്ടസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ കുറേ രീതിയിലുള്ള കറക്ഷൻസ് വരാനുണ്ട്. ഫോംസിൻ്റെ കാര്യത്തിൽ കറക്ഷൻസ് വരാനുണ്ട്. ഇതൊക്കെ MCQലൊക്കെ ഫോമൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലോ 2 മാർക്ക് നമ്മൾ പോയി ഓർത്തുക. 2 മാർക്ക് പോയി 6 ലക്ഷം രൂപയാണ് മിനിമം പോകുന്നത്. 2 ലക്ഷം ശമ്പളം ആണെങ്കിലോ 12 ലക്ഷം രൂപ പോകുന്നത്. അതൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺസ് ഒക്കെ നോക്കുമ്പോൾ എൻ്റെ പൊന്നോ. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ്, മെറ്റീരിയൽ മിസ്റ്റേക്ക്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൺസെപ്റ്റിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്രാഷ് അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനും റെക്കോർഡ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഒരു ഫ്ലോയിൽ എന്താണ് നമ്മൾ പറഞ്ഞത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഈ പറഞ്ഞ വെയിറ്റേജ് ഉള്ള കൺസെപ്റ്റിൻ്റെ ആൻസർ എങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ആൻഡ് ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നാലാമത് നമ്മൾ കണ്ടുപിടിക്കുന്നത്, നമ്മൾ മെറ്റീരിയലിലേക്ക് പോയിട്ട് നോക്കുകയാണ്. നാലാമത് 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്. ഒന്ന് ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരും, ദാറ്റ് ഈസ് ഫോർ 7 മാർക്സ്. ആൻഡ് അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരും, ദാറ്റ് ഈസ് ഓൾസോ ഫോർ 7 മാർക്സ്. ആൻഡ് MCQ ക്വസ്റ്റ്യൻ വരും, ദാറ്റ് ഈസ് ഫോർ 2 മാർക്സ്. ഇത് നമ്മളൊരു കോൺസെപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമുക്ക് മെറ്റീരിയൽ തന്നെ പോയി നോക്കാം. ഇത് റാൻഡം ആയിട്ട് ഞാനൊരു സംഭവം എടുത്തിരിക്കുന്നതാണ്. കമ്പനീസ് ആക്ടിന്റെ ഇക്വിറ്റി ഷെയർ വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്? 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം വലിയ രീതിയിൽ എഴുതാൻ ഉണ്ടാകുമല്ലോ, മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഈ പറഞ്ഞ ബുള്ളറ്റ് പോയിന്റ് രീതിയിലുള്ള എത്ര ഭാഗങ്ങളുണ്ട് അതിനൊക്കെ നമ്മൾ പഠിക്കുക. അതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് 50% നിങ്ങൾ പഠിക്കുക, ഷോർട്ട് നോട്ട്സ് ആക്കുക. ഇവിടെ ചാപ്റ്റർ ഇമ്പോർട്ടൻസോ സബ്ജക്റ്റ് ഇമ്പോർട്ടൻസോ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും 7 മാർക്കിന് ഇത്ര എഴുതാനുണ്ട്, ഇതൊരു 7 മാർക്കിന് എഴുതാനുണ്ടോ, ഉറപ്പായിട്ടും 7 മാർക്കിന് എഴുതാനുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്താണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദിസ് വൺ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് 7 മാർക്കിനുള്ളതുണ്ട്, ബോർഡ് റിപ്പോർട്ട് 7 മാർക്കിനുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടെത്തുക. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഷെയർസ് 7 മാർക്കിനൊക്കെ വരുമോ? ശരിക്കും പറഞ്ഞ് 7 മാർക്കിന് 2 ലൈനോ എഴുതാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ മെറ്റീരിയൽ ഒരു കോൺസെപ്റ്റ് നോക്കുന്നതനുസരിച്ച് 7 മാർക്കിൻ്റെ എന്ന് ചോദിക്കുന്നത് അത്യാവശ്യം എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റിനെ കുറിച്ചല്ല ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് വരും? ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരും. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്താണ് അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഓക്കെ, MCQ ആദ്യം നോക്കാം. MCQ നോക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. മാക്സിമം എത്ര പെർസെൻറ്റേജ്? 26% ഒന്നല്ല, അത് മാറിയിട്ടുണ്ട്. അതാണ് നേരത്തെ ഞാൻ പോയിന്റിൽ പറഞ്ഞത്. കുറച്ച് കറക്ഷൻസ് ഉണ്ടെന്ന്. 74%. അപ്പോൾ 74% എന്ന് പറയുന്നത് MCQന് വരും. അപ്പോൾ MCQ ഐഡൻറ്റിഫൈ ചെയ്ത് അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ MCQ എന്ന് എഴുതുക. ഇപ്പോൾ ഒരു ബുക്ക് നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് എന്താണ് MCQ എന്ന് എഴുതിയിട്ട് എഴുതുക. 74% എന്നൊരു ആൻസർ വരുന്ന രീതിയിൽ DVR മാക്സിമം ഇങ്ങനെയൊക്കെ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഈസി ആയിട്ട് നമ്മൾ, കാരണം ഈ ഒരു പ്രാവശ്യം നമ്മൾ ഈ മെറ്റീരിയൽ അതുപോലെ ആടെ നോട്ട്സ് ആയിക്കോട്ടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ വായിക്കില്ല. കാരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ കുഞ്ഞു അക്ഷരത്തിൻ്റെ ഇടയ്ക്കൂടെ പോകാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് വായിച്ചിട്ട് ഒരു നോട്ട്സ് ആക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് നോട്ട് ചെയ്യുകയും ചെയ്യുക എല്ലാം. കാരണം നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ കൃത്യമായിട്ട് പഠിക്കാതെ നോട്ട്സ് ആക്കാൻ പോകാനുണ്ടല്ലോ, അവസാനം അത് ആ ബുക്കിൻ്റെ പകർപ്പായിട്ട് മാറി. ഞാൻ പല സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട് ഷോർട്ട് നോട്ട്സ് ആദ്യത്തെ ക്ലാസ് തന്നെ ഉണ്ടാക്കുക, അവസാനം നോക്കുന്ന സമയത്ത് ബുക്കും
ഇവിടെ നോട്ട്സുമായിട്ട് വലിയ വ്യത്യാസം ഉണ്ടാവില്ല, ഹാൻഡ് റൈറ്റിംഗ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യമേ നമുക്ക് നല്ലപോലെ നമ്മൾ അറിഞ്ഞതിന് ശേഷമേ നോട്ട്സ് ആക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത്രയും സമയം നമുക്കില്ല. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇത് 7 മാർക്കിന് വരാം അങ്ങനെ നോക്കിയിട്ട് നമ്മൾ എഴുതി വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണോ സാർ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല, എന്നാലും നമുക്കൊരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുമല്ലോ. നിങ്ങളുടെ അടുത്ത് എന്താണ് പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് പർച്ചേസ് ചെയ്തൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് എന്താണ്, ഇന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ, ഇന്ന ചാപ്റ്ററിൻ്റെ ആൻസർ എന്ന് വളരെ കൃത്യമായിട്ട് വീഡിയോസും കാർഡ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഓർത്ത് വെക്കുക, ഇതൊരു MCQ ക്വസ്റ്റ്യൻ വരും. അതിനുശേഷം ഇവിടെ നോക്കിക്കേ 5 years, ഇതൊരു MCQ ക്വസ്റ്റ്യൻ വരും. കറക്റ്റ് അല്ലേ? 5 yearsന് MCQ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇവിടെ ഇതിനകത്ത് അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ വരത്തില്ലെന്നല്ല പറയുന്നത്, പക്ഷേ ചാൻസസ് കുറച്ച് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു. അതിനുശേഷം ഇനി MCQ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും MCQ ഉണ്ട്. എന്നാലും നമ്മൾ നോക്കുന്ന സമയത്ത് ഓക്കെ, ഇത് ഫുൾ MCQന് വരുന്നതാണ്. ഡെലിവറി ഓഫ് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട്, ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് MCQ. കാരണം ഇവിടെ ന്യൂമെറിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്. കുറച്ചും കൂടെ കൂടുതൽ നമ്മുടെ MCQ ന്യൂമെറിക്കൽ ആസ്പെക്റ്റും അതേപോലെ ഫോംസും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് കൂടുതൽ ചോദിക്കുന്നത്. സെക്ഷൻസ് ചോദിക്കില്ലെന്നല്ല, ഒരു സെക്ഷൻ ചോദിക്കും. ആ ഒരു സെക്ഷൻ ചോദിക്കാൻ നമ്മൾ എല്ലാം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് നമുക്ക് എന്താണ് അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഇതിൻ്റെ എക്സ്പ്ലെയിനർ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമുക്ക് ബോണസ് ഷെയർസ് എവിടെ നിന്നൊക്കെ ഇഷ്യൂ ചെയ്യാൻ പറ്റും, MCQ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കും. ഓൾ ഓഫ് ദി എബോവ് ആയിരിക്കും നോർമലി ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രോസസ്സ് ഉണ്ട്, ഇറ്റ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ദിസ് വൺ. ഇതൊരു 7 മാർക്കിന് ചോദിക്കും. ഇതെല്ലാം ബോണസ് ഷെയർസ് ഫുള്ള്. അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ദിസ് വൺ ഈസ് ആൾസോ ഫോർ അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ 7 മാർക്സിന് ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ്. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആരാണ്, ഐഡന്റിഫൈ ദ എംപ്ലോയീസ്. MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ സാർ എല്ലാം ചോദിക്കും, ഇവിടെ എല്ലാം ചോദിക്കും, പക്ഷെ അത് ഏതിന് ചോദിക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, അറ്റ്ലീസ്റ്റ് അത് അറിഞ്ഞിരുന്നാൽ തന്നെ കുറേ കാര്യങ്ങൾ എന്താണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് വരും. ദ 5th കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 4ാമത്തെ കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു, അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ നോക്കാൻ പഠിച്ചു. നോ യുവർ പേപ്പർ, നോ യുവർ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് ആദ്യമായിട്ട് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന പിള്ളേർക്ക് കുറച്ചുകൂടെ ഉപകാരമാകും. നിങ്ങൾ ആൾറെഡി എഴുതിയതാണെങ്കിലും ഓരോരോ കോൺസെപ്റ്റിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ ഏതാണ് വരുന്നത് നോക്കുക നിങ്ങൾ കൃത്യമായിട്ട് തരുന്നുണ്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് സെക്ഷൻ നമ്പർ A ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിരിക്കും. ഇത് എഴുതുമ്പോഴും 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ, നെഗറ്റീവ് മാർക്ക് ഉണ്ടാകില്ല. ഇനി എങ്ങനെയാണ് MCQ എഴുതുന്നത്, നമ്മൾ ആൾറെഡി MCQ ഡിസ്കഷൻ്റെ ഒരു 3 വീഡിയോസിൻ്റെ സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനിയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഞാൻ എന്താണ് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. MCQസിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യന് ഉത്തരം പറയുമ്പോൾ ഇനി MCQs എങ്ങനെയാണ് നമ്മൾ, അത് ഏത് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ ആണെങ്കിലും MCQ ഒന്നും അറിയത്തില്ലെങ്കിലും നമുക്ക് എങ്ങനെ ഒരു ഊഹിക്കാം, അല്ലെങ്കിൽ അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആ ഒരു MCQ നമ്മൾ വിത്തിൻ ഷോർട്ട് ടൈമിൽ നമ്മളൊരു 3 സ്റ്റെപ്പ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് 15 ക്വസ്റ്റ്യന് 2 മാർക്കാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം സെലക്ട് ചെയ്യുമ്പോൾ ഓർത്ത് വെക്കുക, 40ന് 38 ആക്കാനും 38ന് 40 ആക്കാനും നമുക്ക് പറ്റുന്ന ഒരു പേപ്പറാണ് എന്ത്, കോൺസെപ്റ്റ് ആണ് MCQ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ അതിന് ആൻസർ എഴുതാൻ, ചുമ്മാ കാർക്കി കുത്തരുത്. കണ്ടോ, ക്വസ്റ്റ്യൻ നമ്പർ 2 തൊട്ട് ക്വസ്റ്റ്യൻ നമ്പർ 8 ഇനി 5 ക്വസ്റ്റ്യൻസ് എടുക്കുക. അതായത് 5 out of 7 നിങ്ങൾ എടുക്കുക, 5 out of 7 എടുക്കുക. നോക്കിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കോൺട്രാക്റ്റിനെയാണ് ആദ്യത്തെ 2ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാം കോൺട്രാക്റ്റിനാണ്. ഇത് മാറുമെന്ന് വെച്ചാൽ കുറേ വർഷമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്, പെട്ടെന്നൊന്നും മാറുമൊന്നുമില്ല. പിന്നെ പുതിയ മോഡൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ യൂട്യൂബ് ചാനലിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ LLP. ഈ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. ഇവിടെ ഒന്ന് പാർട്ട്ണർഷിപ്പ് വരും, അല്ലെങ്കിൽ LLP വരും, ഇവിടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് വരും. ഇത് ഫിക്സ്ഡ് ആണ് എപ്പോഴും വരിക. നെക്സ്റ്റ് ഇത് ഇൻഡസ്ട്രിയൽ ലോസിൽ ഏത് ചാപ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. മെജോറിറ്റി ഗ്രാറ്റുവിറ്റി ഉണ്ടാവും. സാധാരണ എല്ലാം ഗ്രാറ്റുവിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. അത് സബ്ജക്ട് വൈസും പ്രാക്ടിക്കൽ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കോഡ് ഓൺ വേജസും ഇനി കുറച്ചും കൂടെ മുന്നോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും, കാരണം പല ആക്ടുകളും കമ്പൈൻ ചെയ്തതുകൊണ്ട്. നെക്സ്റ്റ് 5 മാർക്ക് എപ്പോഴും എന്തായിരിക്കും, കമ്പനീസ് ആക്ട് തന്നെയായിരിക്കും. അതിൻ്റെ അകത്ത് 6ാമത്തെ എപ്പോഴും ഡയറക്ടേഴ്സിന്റെ പോർഷൻ ആയിരിക്കും. അതിൻ്റെ അകത്ത് 5ാമത്തതിലും ഡയറക്ടേഴ്സിന്റെ പോർഷൻ നമ്മൾക്ക് വരും. നെക്സ്റ്റ് 7ാമത്തെ എപ്പോഴും എത്തിക്സ് ആയിരിക്കും. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പനീസ് ആക്ടിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഇല്ലെങ്കിൽ സെയിലോ കോൺട്രാക്റ്റോ ആയിരിക്കും ക്വസ്റ്റ്യൻ എന്ന് വരിക. മെജോറിറ്റി അത് തന്നെയാണ് വരിക, ഓർത്ത് വെക്കുക. ഇത് നോർമലി കമ്പനീസ് ആക്ട് തന്നെയാണ്, അപ്പോയിന്റ്മെന്റ് ഓഫ് ബോർഡ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. മെജോറിറ്റി കോൺട്രാക്റ്റും സെയിലും ആണ് വരിക. പിന്നെ അല്ലാതെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ എന്താണ് അവിടെ വന്നുകൊണ്ട് തന്നെ ഇരിക്കും, ഓർത്ത് വെക്കുക.
ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് നമ്മളുടെ 5 പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പ്രാവശ്യത്തെ എക്സാമിനേഷൻ നമ്മൾ ക്രാക്ക് ചെയ്യുന്നു. ഒരു രീതിയിലുള്ള ഡൗട്ട് നിങ്ങൾക്കില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സസ് വേണമെങ്കിൽ മെസ്സേജ് അയയ്ക്കുക, നമുക്കത് ചെയ്യാം. ഇനി കുറച്ച് സമയം നമുക്കുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് MCQ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ ആ വീഡിയോ ക്ലാസ്സിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CMA ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.